ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. ഇപ്പോൾ 5ാം ക്ലാസ്സിലെ മുത്തുമണികളെ, നമുക്ക് നമ്മുടെ മലയാളം സെക്കൻഡിൽ ക്രിസ്മസ് എക്സാമിന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു കൊച്ചു പാഠഭാഗമുണ്ടല്ലോ. മിറി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ മിറി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ വേദനകളിലൂടെയും സ്വപ്നത്തിലൂടെയും അവളുടെ ആഗ്രഹത്തിലൂടെയും ജീവിതത്തിലൂടെയും കടന്നു പോകുന്ന ഒരു മനോഹരമായ ഒരു കഥ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും, ഒരുപാട് പ്രതിസന്ധികൾ വരും. നമ്മൾ കരയും നമ്മൾ എന്തെങ്കിലും വന്നാൽ കരയും, നമുക്ക് സങ്കടമാവും. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമ്മൾ അപ്പം സൈഡാവും പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല മക്കളെ, ഒരു സന്തോഷം ഉണ്ടാകില്ലേ? എപ്പോഴും ജീവിതം സങ്കടത്തിലായിരിക്കോ? അല്ല, ജീവിതം എപ്പോഴും സങ്കടത്തിലല്ല. ജീവിതത്തിൽ എപ്പോഴും എന്തെങ്കിലും ഒരു നന്മ, ഒരു പ്രതീക്ഷ എവിടെയെങ്കിലും ജീവിതം ബാക്കി വയ്ക്കും. അത് പറയുന്ന ജീവിതത്തിൻ്റെ അർത്ഥതലങ്ങൾ വ്യക്തമാക്കുന്ന മനോഹരമായ ഒരു പാഠഭാഗമാണ് ഡോക്ടർ PK ഭാഗ്യലക്ഷ്മിയുടെ നന്മപ്പൂക്കൾ എന്ന് പറയുന്ന ചെറിയൊരു കഥ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നന്മപ്പൂക്കൾ എന്ന് പറയുന്ന ഈ കഥാഭാഗം പഠിക്കാൻ പോവുകയാണ്. മിറിയുടെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകാൻ പോവുകയാണ്. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വേദനകളും അനുഭവിച്ച മിറി തൻ്റെ അച്ഛനും അമ്മയും മരിച്ച ശേഷം കണ്ണു കാണാത്ത ഈ മിറി എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി തൻ്റെ മുത്തച്ഛനെയും അമ്മൂമ്മയും നോക്കുന്ന മനോഹരമായ വ്യക്തിബന്ധത്തിൻ്റെയും നന്മയുടെയും കഥ പറയുന്നു. തൻ്റെ മുത്തച്ഛനും അമ്മച്ചിക്കും അമ്മൂമ്മയ്ക്കും കമ്പിളി പുതപ്പ് വാങ്ങിക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ മിറിയെ സഹായിക്കുന്ന കൂട്ടുകാരി, അങ്ങനെ നന്മയുടെ ഒരു പൂക്കൾ വിടർന്നു കിടക്കുകയാണ്. കുഞ്ഞുമക്കളെ, നിങ്ങൾ ഈ പാഠം പഠിക്കുമ്പോൾ എൻ്റെ മക്കൾ ഓർക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതം എപ്പോഴും സന്തോഷത്തിലല്ല, സങ്കടത്തിലും കൂടി കടന്നു പോകും. പക്ഷേ സങ്കടങ്ങൾ വന്നാൽ അതിൽ തന്നെ നമ്മൾ ഇങ്ങനെ ജീവിച്ച് പോകാൻ പാടില്ല. മറിച്ച് എന്താണ്, ആ സങ്കടങ്ങളൊക്കെ കൂടി നമ്മൾ എന്ത് ചെയ്യണം? എതിർത്ത് തോൽപ്പിച്ച് പ്രതീക്ഷയോടെ മുന്നോട്ട് പോകണം. ജീവിതം അസ്തമിച്ചു എന്ന് തോന്നുന്ന, ജീവിതം കഴിഞ്ഞു എന്ന് തോന്നുന്ന, സങ്കടപ്പെടുന്ന കൂട്ടുകാർക്ക് എന്ത് വേണം മക്കളെ? നമ്മൾ ആ സഹായമായിട്ട് മാറണം. എൻ്റെ മാഷേ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഞാൻ അപ്പം കരയും, എനിക്ക് ഈ പ്രശ്നങ്ങളെ ഒന്നും തോൽപ്പിക്കാൻ അറിയില്ല മാഷേ എന്ന് കരയുന്ന കുഞ്ഞുമക്കളാണോ? നല്ല അടി തരും മാഷേ. നിങ്ങൾ കരയും, നിങ്ങൾ വേദനിക്കും, കുഴപ്പമില്ല. പക്ഷെ ജീവിതം നമ്മളെപ്പോഴും മുറുകെ പിടിക്കണം. സന്തോഷത്തോടെ മിറിയെ പോലെ പ്രതീക്ഷയോടുകൂടി കടന്നു പോകണം. മിറി കണ്ണ് കാണൂല, അന്ധയാണ്, പക്ഷെ അവൾ ജീവിതത്തെ സന്തോഷത്തോടെ നേരിടുന്നു. ആ ഒരു കഥയിലേക്കാണ് സാറ് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ സെറ്റാണോ മക്കളെ? ഡോക്ടർ PK ഭാഗ്യലക്ഷ്മി ചെറുകഥാകൃത്താണ്, ചിത്രകാരിയാണ്, അധ്യാപികയാണ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നു. കുട്ടികളുടെ മനസ്സറിയുന്ന പുസ്തകങ്ങൾ ആണ് എഴുതിയത്. അത്രയും ബാലസാഹിത്യത്തിന് വിശേഷപ്പെട്ട സംഭാവനകളാണ് നൽകിയത്. അപ്പോൾ സാഹിത്യം, കുട്ടികളുടെ സാഹിത്യത്തിൽ പേര് കേട്ട എഴുത്തുകാരിയാണ് ആര്? നമ്മുടെ ഡോക്ടർ PK ഭാഗ്യലക്ഷ്മി. അതേപോലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള, കുട്ടികളുടെ മനസ്സിൽ നന്മയുടെ വെളിച്ചം വീശുന്ന ഒരു കൊച്ചു കഥയാണ് നന്മപ്പൂക്കൾ. നന്മയുടെ പൂക്കൾ വിടർന്നു വരികയാണ്. കഥാപാത്രത്തിലേക്ക് പോയാലോ? അതിനു മുന്നേ നമുക്ക് ആശയം ഒന്ന് പഠിക്കാം. ആമുഖമായിട്ട് കഥയുടെ ആശയം ഒന്ന് നമുക്ക് പെട്ടെന്ന് പഠിച്ചാൽ അത് കഴിഞ്ഞ് നമുക്ക് കഥയുടെ വൺ വേർഡ് ഒക്കെ ലൈൻ ബൈ ലൈൻ പഠിച്ചു പോകട്ടോ. സെറ്റല്ലേ? അടിപൊളിയല്ലടാ? അടിപൊളി. ജീവിതം കൈവിട്ടു പോകുന്നു എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ അടിപതറാതെ മുന്നോട്ട് പോകാനുള്ള ഊർജം, ഒരു വെളിച്ചം നമ്മളെ തേടി വരാറുണ്ട്. ദൈവത്തിൻ്റെ കരസ്പർശമായും പിടിവള്ളിയായും ഒക്കെ നാം അതിനെ മനസ്സിലാക്കും. ജീവിതത്തിൽ ഏറ്റവും കഠിനമായ അവസരങ്ങളിൽ പോലും പ്രതീക്ഷകൾ കൈവെടിയാതെയും ആത്മവിശ്വാസം നഷ്ടപ്പെടാതെയും ഇരിക്കുക. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും കടന്നു വരും, പക്ഷെ അപ്പോഴും ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. നമ്മൾ അപ്പോഴും ജീവിതത്തെ മുറുകെ പിടിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനോടൊപ്പം നമുക്ക് ചുറ്റും നിൽക്കുന്നവരെ നമ്മളാകുന്ന വിധം സ്നേഹിക്കുകയും, നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ട്, അവരെ നമ്മളാകുമ്പോൾ നമ്മൾ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുക. നമുക്ക് ചുറ്റുമുള്ളവരെ നമ്മൾ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യണം. ഇതുപോലെ മിറിയയുടെ കഥ പോലെ അത്തരത്തിൽ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പങ്കുവയ്ക്കൽ കാണിക്കുന്ന പാഠഭാഗമാണ് നന്മപ്പൂക്കൾ. അത്തരത്തിൽ സ്നേഹം, കരുതൽ, നന്മ ഇതൊക്കെ വ്യക്തമാക്കുകയാണ് ഏത് നന്മപ്പൂക്കൾ എന്ന് പറയുന്ന ഈ പാഠഭാഗം. വളരെ സ്നേഹമുള്ള മാതാപിതാക്കളായിരുന്നു മിറിക്കുണ്ടായിരുന്നത്, മിറിക്ക് സ്നേഹമുള്ള മാതാപിതാക്കളായിരുന്നു. പക്ഷെ പെട്ടെന്ന് ആ മാതാപിതാക്കൾ മരിച്ചു പോകുന്നുണ്ട്. താൻ അന്ധയാണ് എന്ന് അതുവരെ മിറി അറിയാതെ വളർന്നത് അത്രത്തോളം ലാളനയും പരിഗണനയും അവൾ അറിഞ്ഞത് കൊണ്ടാണല്ലോ. ഒടുവിൽ പ്രകൃതിക്ഷോഭത്തിൽ മിറിക്ക് തൻ്റെ മാതാപിതാക്കൾ നഷ്ടപ്പെടുന്നു. മിറിക്ക് തൻ്റെ മാതാപിതാക്കളെ പ്രകൃതിയുടെ ശോഭത്തിൽ നഷ്ടപ്പെടുകയാണ്. ഒരു പ്രകൃതി ദുരന്തത്തിൽ മിറിക്ക് തൻ്റെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു, മരിച്ചു പോകുന്നു, അവൾ ഒറ്റപ്പെട്ടു പോകുന്നു. പക്ഷേ തീർന്നില്ല. അപ്പോൾ ജീവിതത്തിൽ പ്രതീക്ഷ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. മിറിയുടെ മാതാപിതാക്കൾ മരിച്ചു പോയിട്ടും ജീവിതത്തിൽ പ്രതീക്ഷയുള്ള കഥാപാത്രമായി മക്കളെ ആര് മാറുന്നുണ്ട്? മിറി മാറുന്നുണ്ട്. അന്ന് മുതൽ തൻ്റെ വൃദ്ധരായ മുത്തച്ഛനെയും മുത്തശ്ശിയെയും സംരക്ഷിക്കേണ്ട ബാധ്യത കുഞ്ഞിലായി.
മിറി കണ്ണ് കാണില്ല, അന്ധയാണ്. അന്ധയായ മിറിയുടെ അച്ഛനും അമ്മയും ഒരു ദിവസം മരിച്ചുപോയി പ്രകൃതി ദുരന്തത്തിൽ. അപ്പോൾ അവൾ ഒറ്റക്കായിപ്പോയി. പക്ഷേ അവൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കാരണം അവൾക്ക് നോക്കാൻ അവരുടെ മുത്തശ്ശനും മുത്തശ്ശി ഉണ്ടായിരുന്നു. പിന്നെ അവരെ ആര് നോക്കാൻ തുടങ്ങി? മിറി എന്ന് പറയുന്ന കൊച്ചു പെൺകുട്ടി. എന്നാൽ ആ ഉത്തരവാദിത്വത്തെ അവൾ തൻ്റെ പരിമിതികൾ പോലും മറന്ന് മനോഹരമായി നിർവഹിച്ചു. കണ്ണ് കാണാതിരുന്നിട്ടും മിറി തൻ്റെ മാതാപിതാക്കൾ മരിച്ചു പോയിട്ടും തൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയെ നെഞ്ചോട് ചേർത്ത്, അല്ലേ, എൻ്റെ നെഞ്ചാകെ നീയല്ലേ, എൻ്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാൻ ഉള്ളു നിറയാൻ ഒഴുകി ഒഴുകി ഞാൻ ഇന്നുമെന്നും ഒരു പുഴയായി. അതേപോലെ തൻ്റെ അച്ഛനമ്മയും മരിച്ചു പോയിട്ടും കണ്ണ് കാണാതിരുന്നിട്ടും തൻ്റെ മുത്തച്ഛനെയും മുത്തശ്ശിയെയും നെഞ്ചോട് ചേർത്തുകൊണ്ട് പുന്നാരമോളായ നമ്മുടെ മിടുക്കി കുട്ടിയായ മിറി നോക്കുകയാണ്. എന്ത് നന്മയാണ് എൻ്റെ മിറിയുടെ മനസ്സിൽ. ആ നന്മ നമുക്കും ഉണ്ടാകണമെന്നാണ് എഴുത്തുകാരി പറയുന്നത്. തണുപ്പ് കാലത്ത് തൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്കുമായി കമ്പിളി വാങ്ങാൻ അവൾ രാപ്പകൽ അധ്വാനിച്ചു. തണുപ്പാണ്, കിടക്കിട്ട് ആ വിറക്കും. അപ്പോൾ ആ തണുപ്പിൽ തന്നെ മുത്തശ്ശിക്കും മുത്തശ്ശനും പൊതിഞ്ഞു കിടക്കാൻ വേണ്ടി, പുതച്ചു മുടി കിടക്കാൻ ഒരു കമ്പിളി വാങ്ങാൻ കഷ്ടപ്പെടുകയാണ് മിറി. അവളുടെ കഷ്ടപ്പാടും പരിശ്രമവും കണ്ട കൂട്ടുകാർ അവളെ സഹായിക്കാൻ തയ്യാറാവുകയാണ്. അങ്ങനെ അവരുടെ കൂട്ടുകാരെ മിറിയെ സഹായിക്കാൻ തയ്യാറായി. നന്മയുള്ള പൂക്കളെ പോലെ നൈർമല്യമുള്ള കുഞ്ഞുങ്ങളെയാണ് നമുക്കിതിൽ കാണാനാവുക. അതുപോലെ തന്നെ നന്മയുള്ള പൂക്കളെ പോലെ ഒരുപാട് കുട്ടികളെ അല്ലെ, നന്മയുള്ള പൂക്കളെ പോലെയാണ് ഇവിടെ കുട്ടികൾ എന്ന് പറയുന്നത്. ആരെ കുട്ടികൾ? നന്മയുള്ള പൂക്കളെ പോലെയുള്ള കുട്ടികളുള്ള നന്മയുടെ ബാലപാഠങ്ങൾ പറയുകയാണ്. ഏത് നന്മപ്പൂക്കൾ എന്ന് പറയുന്ന പി കെ ബാലലക്ഷ്മിയുടെ ഈ കഥ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. ഓക്കെ മക്കളെ, നന്മപ്പൂക്കൾ, പി കെ ഭാഗ്യലക്ഷ്മി. ഇപ്പം അന്ധയായ പെൺകുട്ടിയായിരുന്നു മിറി. മിറി അന്ധയാണ്, കണ്ണ് കാണില്ല. അന്താന്ന് വെച്ചാൽ കണ്ണ് കാണില്ല, കണ്ണ് കാണാത്ത രോഗമാണ് അന്ധ. അന്താന്ന് വെച്ചാൽ കണ്ണ് കാണില്ല. അന്ധയായ പെൺകുട്ടിയായിരുന്നു മിറി. അച്ഛനും അമ്മയ്ക്കും വൃദ്ധരായ മുത്തച്ഛനും മുത്തശ്ശിക്കുമൊപ്പം മനോഹരമായ കുഞ്ഞു വീട്ടിൽ വളരെ സന്തോഷത്തോടെയായിരുന്നു അവൾ കഴിഞ്ഞു വരുന്നത്. അല്ല മക്കളെ, അന്ധയാണ്, അച്ഛനും അമ്മയും ഒരു പ്രളയത്തിന് മരിച്ചു പോയിട്ടുണ്ട്. പക്ഷേ മിറി അതിനെയൊക്കെ തോൽപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിച്ച ഒരു പെൺകുട്ടിയാണ്. തൻ്റെ അച്ഛനും മരിച്ചു പോയല്ലോ മക്കളെ, മരിച്ചുപോയി. പക്ഷേ മിറി തൻ്റെ പ്രതീക്ഷ കൈവിട്ടോ? ഇല്ല. തൻ്റെ മാതാപിതാക്കൾ മരിച്ചു പോയിട്ടും കണ്ണ് കാണാതിരുന്നിട്ടും തൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടി ജീവിതം മാറ്റിവയ്ക്കാൻ ആർക്ക് സാധിച്ചു മക്കളെ? നമ്മുടെ മിറിക്ക് സാധിച്ചു. അത് സെറ്റാണല്ല, അത് മറന്നു പോകരുത് അല്ലേ. ഇപ്പം മിറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മിറി പോയി ഐസ്ക്രീം എന്ന് എഴുതി വെച്ചേക്കരുത്. മിറി എന്ന് പറഞ്ഞാൽ ഒരു കഥാപാത്രമാണ്. തൻ്റെ അച്ഛനും അമ്മയും മരിച്ചു പോയിട്ടും തൻ്റെ മാതാപിതാക്കൾ മരിച്ചു പോയിട്ടും തൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയും നോക്കിയ ഒരു കൊച്ചു മിടുക്കിയാണെന്ന കാര്യം നിങ്ങൾ ഓർത്തു വെക്കണം കേട്ടോ. കാഴ്ചയില്ലാത്തതിൻ്റെ വിഷമങ്ങളൊന്നും അവർ മിറിയെ അറിയിച്ചിരുന്നില്ല. അവരുടെ മാതാപിതാക്കൾ ഒരു മലയുടെ കീഴിലുള്ള കുഞ്ഞു പട്ടണത്തിലായിരുന്നു അവരുടെ താമസം. ഒരു മലയുടെ കീഴിലെ കുഞ്ഞു പട്ടണത്തിലാണ് ആര് താമസിച്ചത്? മിറിയും കുടുംബവും താമസിച്ചത്. ഒരു മലയുടെ കീഴിലുള്ള കുഞ്ഞു പട്ടണം. ഇടയ്ക്കിടെ അവളുടെ നാട്ടിലുണ്ടാകുന്ന ഭൂകമ്പം ഒരുപാട് നാശങ്ങൾ വിതച്ചുകൊണ്ടാണ് എപ്പോഴും കടന്നു പോകുന്നത്. എപ്പോഴും ആ മലനാടായതുകൊണ്ട് ഭൂകമ്പങ്ങൾ ഉണ്ടാകും, ഒരുപാട് നാശങ്ങൾ ഉണ്ടാവും. അതിലൊരു നാശത്തിൽ മരിച്ചു പോകുന്നുണ്ട് ഇവരുടെ മാതാപിതാക്കൾ. അന്നും പതിവ് പോലെ മിറിയുടെ അച്ഛനും അമ്മയും പട്ടണത്തിന് പുറത്തെ വലിയ നഗരത്തിലേക്ക് ജോലിക്കായി പുറപ്പെട്ടു. ദുരന്തങ്ങൾ എത്ര പെട്ടെന്നാണ് കടന്നു വരുന്നത്. അവർ നിന്ന നഗരം പൊടുന്നനെ പൊട്ടിപ്പിളർന്നു. തൻ്റെ അച്ഛനും അമ്മയും ഒരു ഭൂകമ്പത്തിന് മരിച്ചുപോയി എന്നാണ് പറയുന്നത് മിറിയുടെ. കെട്ടിടങ്ങളെല്ലാം ചിന്നിച്ചിതറി. ആയിരക്കണക്കിന് ആളുകൾ അവശിഷ്ടങ്ങൾക്കിടയിലായി. ആയിരക്കണക്കിന് ആളുകൾ മരിച്ചുപോയി. മിറിയുടെ മാതാപിതാക്കളും അതിലെ കൂട്ടത്തിലുണ്ടായിരുന്നു. മിറി അനാഥനായി മാറി. മിറിയുടെ അച്ഛനും അമ്മയും അതിൽ പെട്ടിരിക്കണം, മരിച്ചുപോയി. അവർ പിന്നീട് ഒരിക്കലും വന്നതേയില്ല. താൻ കാഴ്ചയില്ലാത്തവളാണ് എന്ന യാഥാർത്ഥ്യം അപ്പോഴാണ് മിറിക്ക് ശരിക്കും മനസ്സിലായത്. അപ്പോൾ ശരിക്കും മിറിക്ക് മനസ്സിലായത് തനിക്ക് കാഴ്ചയില്ലാന്ന്. കാരണം എന്താ? ചിലപ്പോൾ ചോദ്യം വരാം, താൻ കാഴ്ചയില്ലാത്തവളാണ് എന്ന യാഥാർത്ഥ്യം അപ്പോഴാണ് മിറിക്ക് മനസ്സിലായത്. എപ്പോഴാണ് മക്കളെ? അച്ഛനും അമ്മയും ഉണ്ടായപ്പോഴും മിറി അന്ധയാണെന്ന് ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. മിറിയെ സന്തോഷത്തോടു കൂടി പുന്നാര മോളായി, അല്ലേ, പുന്നാരേ പുന്നാരേ എൻ്റെ പൊന്നും കൊടുക്കേ നീ, ചെന്തെങ്ങിൻ തേങ്ങ കൊത്തല്ലേ ചിരിക്കുമ്പം പെണ്ണേ നീ, മംഗളാഹി മഠത്തിലെ പെണ്ണെ മാമ്പഴ കുഞ്ഞുതേ
മംഗളായി മഠത്തിലെ പെണ്ണെ മാമ്പഴ കുഞ്ഞൂതേ എന്ന് പറയുന്ന പോലെ മിറിയെ പൊന്നുപോലെ നോക്കിയവരായിരുന്നു മിറിയുടെ മാതാപിതാക്കൾ. പക്ഷേ ഒരു പ്രളയ ദുരന്തത്തിൽ ആര് മരിച്ചുപോയി മക്കളെ? മിറിയുടെ മാതാപിതാക്കൾ മരിച്ചുപോയി. പൊന്നും കുടുക്ക പോലെ മിറിയെ നോക്കിയ മാതാപിതാക്കൾ മരിച്ച ശേഷമാണ് മിറിക്ക് താൻ അന്ധയാണ് എന്ന തൻ്റെ ആ ഒരു വൈകല്യം മനസ്സിലായത്. പക്ഷേ മിറിക്ക് ജീവൻ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. മിറിക്ക് നോക്കാൻ ആരുണ്ട് മക്കളെ? തൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയുണ്ട്. അവരെ പൊന്നുപോലെ മിറി നോക്കാൻ പിന്നെ തയ്യാറാവുകയാണ്. മാത്രമല്ല വൃദ്ധരായ മുത്തച്ഛനെയും മുത്തശ്ശിയെയും സംരക്ഷിക്കേണ്ട ബാധ്യത കൂടി ആ കുഞ്ഞിലായി. തൻ്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. താൻ അന്ധയാണ്. പക്ഷേ ജീവിതം അവസാനിച്ചില്ല. തൻ്റെ വാർദ്ധക്യത്തിലെത്തിയ പ്രായമായ തൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ട്. അവരെ നോക്കാൻ ആര് തയ്യാറാവുകയാണ് മക്കളെ? നമ്മൾ അന്ധയായ മിറി തയ്യാറാവുകയാണ്. പുതിയ സ്കൂൾ വർഷം പിറന്നു. ഹായ്, പുതിയ സ്കൂൾ വർഷമായിട്ടോ മക്കളെ, ജൂണായി. മിറിയെ കൂട്ടിക്കൊണ്ടുപോകാൻ അവളുടെ കൂട്ടുകാരികളെത്തി. കൂട്ടുകാരികളൊക്കെ ഓടി, ഹായ് മിറി, മിറി സ്കൂളിൽ പോവാം മിറി എന്ന് കൂട്ടുകാരികളൊക്കെ ഓടി വരികയാണ് മിറിയുടെ അടുത്തേക്ക്. പിന്നെ എന്താണ്? മിറിയെ കൂട്ടിക്കൊണ്ടുപോകാൻ അവളുടെ സുഹൃത്തുക്കൾ പെൺകൂട്ടുകാരികളെത്തി. തിരുവോരത്ത് ഇരുന്ന് ഷൂ വൃത്തിയാക്കി കൊടുക്കുകയായിരുന്നു. അപ്പോൾ അവൾ, മക്കളെ നോക്കിടാ, തൻ്റെ അച്ഛനും അമ്മയും പോയ ശേഷം തനിക്ക് സ്വന്തമായിട്ടുള്ള വാർദ്ധക്യത്തിലെത്തിയ തൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും നോക്കാൻ വേണ്ടി, അവർക്ക് തണുപ്പാൻ കാലത്തൊന്ന് പുതച്ച് കടക്കാൻ വേണ്ടി ഒരു ഷൂ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ആര്? മിറി. തെരുവോരത്ത് ഇരുന്നു കൊണ്ട് ഷൂ വൃത്തിയാക്കുകയായിരുന്നു മിറി. തൻ്റെ കൂട്ടുകാരികൾ നോക്കുമ്പോൾ അവരുടെ മുന്നിൽ ഷൂ പോളിഷ് ചെയ്യാനായി നിൽക്കുന്നവരുടെ വലിയ നിര. തണുപ്പ് കാലത്ത് മുത്തച്ഛനും മുത്തശ്ശിക്കുമായി ചൂടുകുപ്പായം വാങ്ങിച്ചു കൊടുക്കണം. അല്ലെ, എന്തിനാണ് മിറി ആ തണുപ്പാൻ കാലത്തിന് ആ ഷൂ വൃത്തിയാക്കാൻ തെരുവോത്തിരുന്നത്? തൻ്റെ മുത്തച്ഛനും മുത്തശ്ശിക്കും എന്തുണ്ടാക്കി കൊടുക്കാനാ മക്കളെ? ആ മുത്തച്ഛനും മുത്തശ്ശിക്കും പുതപ്പ്, അവർക്ക് മൂടി പുതച്ചുറങ്ങാൻ ഒരു പുതപ്പിനു വേണ്ടി തെരുവോരത്തിരുന്നു കൊണ്ട്, സ്ട്രീറ്റിലിരുന്നു കൊണ്ട് മിറി ഷൂ പോളിഷ് ചെയ്യുകയാണ്. നമ്മുടെ KGF റോക്കി ബായ് വരുന്നില്ലേ, എന്താണ് 8 ഷൂ പോളിഷ് ചെയ്താലാണ് എനിക്കൊരു ബെന്ന് വാങ്ങാൻ പൈസ കിട്ടിയതെന്ന്. അതേപോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും പുതപ്പ് വാങ്ങാൻ വേണ്ടി മിറി ഷൂ പോളിഷ് ചെയ്യുന്ന ചിത്രങ്ങളാണ് ഇവിടെ പ്രകടമായി കാണാൻ സാധിക്കുക. അല്ലെങ്കിൽ ഈ തണുപ്പിൽ അവർ മരിച്ചു പോകും. മിറിക്ക് അധ്വാനിച്ചേ തീരൂ, അല്ലെ? മിറിക്ക് അധ്വാനിച്ചേ തീരൂ. തൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും എന്തു വാങ്ങണം? പുതപ്പ് വാങ്ങണം. ഈ പുതപ്പ് വാങ്ങണമെങ്കിൽ എന്തു വേണം? അധ്വാനിക്കണം. അതിനുവേണ്ടി മിറി എന്ന പെൺകുട്ടി ഷൂ വൃത്തിയാക്കുകയാണ്. ഉറ്റ ചങ്ങാതിയുടെ വിഷമാവസ്ഥ കണ്ട് ഏറെ സങ്കടപ്പെട്ടാണ് കൂട്ടുകാർ തിരിച്ചു പോയത്. അയ്യോ മിറി, നീ എന്ത് ഇങ്ങനെ പണിയെടുക്കുന്നത്? നിനക്ക് വിഷമാവൂലേ? ഞങ്ങൾക്ക് വിഷമാവുന്നുണ്ട് മിറി, ഞങ്ങൾ സഹായിക്കാട്ടോ എന്ന് പറഞ്ഞ് തൻ്റെ കൂട്ടുകാരുടെ അവസ്ഥ കണ്ട്, കണ്ണ് കാണാത്ത കൂട്ടുകാർ തൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്ക് വേണ്ടി മക്കളെ അവിടെ ഷൂ പോളിഷ് ചെയ്യുന്ന കണ്ട് സങ്കടപ്പെട്ടു പോകുകയാണ് മിറിയുടെ കൂട്ടുകാർ. അത് മറക്കരുത് പുള്ളേ. ഉറ്റ ചങ്ങാതിയുടെ വിഷമാവസ്ഥ കണ്ട് ഏറെ സങ്കടപ്പെട്ടാണ് കൂട്ടുകാർ തിരിച്ചു പോയത്. മിറിയുടെ സങ്കടം കണ്ട് തിരിച്ചുപോയി. മിറിയുടെ കൂട്ടുകാർ വെറുതെ ഇരുന്നില്ല, നല്ല കൂട്ടുകാരാട്ടോ. അവർ തങ്ങളുടെ കുഞ്ഞു പണപ്പൊതികളെല്ലാം കുടഞ്ഞെടുത്തു. അവർ കുറച്ച് പൈസയൊക്കെ സൂക്ഷിച്ചു വെച്ച പൈസകൾ കൂട്ടുകാരികൾ എടുത്തിട്ട് എന്ത് ചെയ്തു? അതുകൊണ്ട് മനോഹരമായ 2 ചൂട് കുപ്പായങ്ങളും വാങ്ങി അവർ മിറിയുടെ അടുത്ത് ചെന്നു. മനോഹരമായ കുപ്പായം വാങ്ങി കൂട്ടുകാരികൾ മിറിയുടെ അടുത്ത് ചെല്ലുകയാണ്. മിറിക്ക് വേണ്ടി അവർക്ക് അത് ചെയ്തേ മതിയാവും, മിറിക്ക് വേണ്ടി അവർക്കത് ചെയ്തേ മതിയാവും. അങ്ങനെ കൂട്ടുകാരികൾ അവർ സൂക്ഷിച്ചു വെച്ച പൈസ എടുത്ത് ആർക്ക് കൊടുക്കുകയാണ്? തൻ്റെ സുഹൃത്തുക്കൾക്ക്, തൻ്റെ സുഹൃത്തായ മിറിക്ക് കൊടുക്കുകയാണ്. അവർ ദിവസവും കുഞ്ഞു മിറിക്ക് വേണ്ടി പാഠങ്ങൾ മാറി മാറി പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. ക്ലാസ്സിൽ എന്തൊക്കെയാണ് എടുത്തത് അതൊക്കെ മിറിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കൂട്ടുകാർ. കാരണം മിറിക്ക് കണ്ണ് കാണില്ല, വായിക്കാൻ പറ്റില്ല. പരീക്ഷാകാലമാകുമ്പോൾ അവളെ പരീക്ഷയ്ക്ക് ഇരുത്താമെന്ന് അവർ അവരുടെ അധ്യാപകരോട് സമ്മതം വാങ്ങിച്ചു. കുഞ്ഞുങ്ങളുടെ ഈ സ്നേഹം കണ്ട് അധ്യാപകരും ഒരു നാൾ മിറിയെ കാണാനെത്തി. മിറിയെ സ്നേഹിക്കാൻ, അവളെ സംരക്ഷിക്കാൻ ഇപ്പോൾ ഏറെ പേരാണ്, നന്മ നിറഞ്ഞ ഒരുപാട് പേര്. അങ്ങനെ മിറിയുടെ കൂട്ടുകാരുടെ സ്നേഹം കണ്ട് അധ്യാപകരും മിറിയെ കാണാനെത്തി. അങ്ങനെ സ്നേഹമുള്ള ഒരു വലിയ കൂട്ടമാണ് മിറിക്ക് ചുറ്റുമുണ്ടായെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എത്രയൊക്കെ കഷ്ടതകളുണ്ടെങ്കിലും ഭൂമിയിൽ ഒരുപാട് നന്മകളുണ്ട്. അല്ലേ മക്കളെ? നമ്മൾ എത്ര തന്നെ കരഞ്ഞാലും ഭൂമിയിൽ ഒരുപാട് നന്മകളുണ്ട്. നമ്മുടെ ജീവിതം അവസാനിച്ചു എന്ന് തോന്നുന്ന ഇടത്തിൽ നമ്മൾ കയറി വരണം. നമ്മളെ കരയിപ്പിക്കാൻ, നമ്മളെ ഒറ്റപ്പെടുത്താൻ, നമ്മളെ നിരാശരാക്കാൻ, നമ്മളെ വേദനിപ്പിക്കാൻ ഒരുപാട് പേരുണ്ടാവും. പെട്ടെന്ന് നമ്മൾ അച്ഛനമ്മയും മരിച്ചു പോകും. ചിലപ്പോൾ നമ്മൾ പ്രിയപ്പെട്ടവർ നമ്മൾ ഒറ്റക്കാക്കിയിട്ട് കടന്നു പോകും. ചിലപ്പോൾ നമ്മൾ മത്സര പരീക്ഷകൾ തോറ്റുപോകും. സാരമില്ലടാ, പോട്ടെ, നമ്മൾ ജയിച്ചു വരണം. പ്രതീക്ഷകളും പ്രശ്നങ്ങളും എല്ലാം വരുമ്പോൾ അതിനൊക്കെ തോൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കടന്നു പോകണമെന്ന വലിയ ആശയം കഥ നമുക്ക് തരുന്നുണ്ട്. ജീവിതത്തിൽ എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും ഭൂമിയിൽ ഒരുപാട് നന്മകളുണ്ട്. ഭൂമി നന്മകളാൽ സമൃദ്ധമാണ് മക്കളെ, നമ്മളിത് കാണാതെ പോകരുത്. ആ നന്മകൾ കൂടുതലുള്ളത് കുഞ്ഞുങ്ങളിലും. കുഞ്ഞുങ്ങളെ
മക്കളെ, പുന്നാര മുത്തുമണികളെ, നിങ്ങളാണ് നന്മയുടെ മക്കള്. കുഞ്ഞുങ്ങൾ ഈസ് ഈക്വൽ ടു എന്താണ്? നന്മ. കുഞ്ഞുങ്ങളാണ് നന്മ എന്നാണ് ഈ പാഠഭാഗം പറയുന്നത്. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മനസ്സിലുള്ള നന്മ വലുതാകും തോറും കുറഞ്ഞു വരരുത്, അതിനിങ്ങനെ പൊതിഞ്ഞു വെക്കണമെന്ന് കഥാകാരൻ നമ്മോട് പറയുന്നു. പ്രകൃതിയിലെ എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ മനോഹരങ്ങളാണ്. പ്രകൃതി പോലെ തന്നെ കുഞ്ഞുങ്ങൾ മനോഹരങ്ങളാണ് എന്ന് എഴുത്തുകാർ പറയുന്നു. പൂക്കളെ പോലെ, പൂമ്പാറ്റകളെ പോലെ പ്രകൃതി മനോഹരമാണ്, കുഞ്ഞുങ്ങൾ മനോഹരമാണ്. നിങ്ങളുടെ ഈ പ്രായം എന്ന് പറയുന്ന ഈ ചെറുപ്രായം, അതിലെ നിഷ്കളങ്കത, അതിലെ നന്മ, അതിലെ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെക്കണം. ഇവിടെ അച്ഛനും അമ്മയും മരിച്ചിട്ടും ജീവിതത്തിൽ തൻ്റെ മുത്തശ്ശിക്ക് വേണ്ടി ജീവിക്കുന്ന മിറിയെപ്പോലെ, കണ്ണ് കാണാത്ത മിറിക്ക് തൻ്റെ മുത്തശ്ശിക്ക് പുതപ്പ് വാങ്ങാനുള്ള പണം കണ്ടെത്തുമ്പോൾ മിറിയെ സഹായിക്കുന്ന കൂട്ടുകാരികൾ, മിറിയെ കാണുന്ന അധ്യാപകർ, അങ്ങനെ ലോകം നന്മകളാൽ കെട്ടിവയ്ക്കപ്പെട്ട ഒരു മഹാസത്യമാണ്. അങ്ങനെ നമ്മൾ നന്മയിൽ ജീവിക്കണം, മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് മുന്നോട്ട് നീങ്ങണമെന്ന മഹത്തരമായ ആശയമാണ് ഈ ഒരു പാഠഭാഗത്തിൽ നന്മപ്പൂക്കൾ എന്ന് പറയുന്ന ഈ പാഠഭാഗത്തിൽ പറയുന്നത്. അതുപോലെ നമ്മുടെ മനസ്സ് നന്മയുടെ പൂക്കളാകണം, നമ്മുടെ മനസ്സിൽ നന്മയുടെ പൂക്കൾ ഇങ്ങനെ വിടർന്നു വരണമെന്ന് പറയുന്ന ഈ പാഠഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും സെറ്റല്ലേ? ഉഷാറായി പഠിക്കുക, ഉസാർക്ക് മുന്തിരിക, ഉസാർക്ക് നാരായണ. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.